ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കണം. ഇതിനുവേണ്ടി ഒരു പാനിലോട്ട് 800 ഗ്രാം ശർക്കര ഇട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കുക. ശർക്കര ഇതുപോലെ ക്രഷ് ചെയ്തിട്ടതുകൊണ്ട് വേഗം ഉരുക്കി കിട്ടും. ശർക്കര ഇപ്പോൾ എല്ലാം ഉരുക്കിയിട്ടുണ്ട്. മുകളിൽ പൊങ്ങി കട്ട പോലെ വന്നിരിക്കുന്ന ഈ പത ഇതുപോലെ കോരി മാറ്റി കളയുക. നമുക്കിനി അട വേവിക്കണം. ഇതിനുവേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് ആവശ്യത്തിന് വെള്ളം വെച്ച് തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അടയിട്ട് വേവിക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അട ഒട്ടിപ്പിടിക്കാതിരിക്കും. അട നന്നായിട്ട് വേകണം. അട ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടനെ തന്നെ തിളച്ച വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വയ്ക്കുക. ഇതിനെ 2-3 പ്രാവശ്യം നല്ല തണുത്ത പച്ചവെള്ളം ഒഴിച്ച് കഴുകി ഊറ്റി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാം. ഇതിനുവേണ്ടി ഒരു സ്കില്ലറ്റിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അടയിട്ട് ഇതുപോലെ 2-3 മിനിറ്റ് ഇളക്കുക. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അടയിലോട്ട് ഇതുപോലെ അരിച്ചൊഴിക്കുക. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കിക്കൊണ്ടേയിരിക്കണം. ശർക്കര പാനി നന്നായിട്ട് കുറുകണം. ശർക്കര പാനിയിൽ അട കിടന്ന് നന്നായിട്ട് വരണ്ടു വരണം. ഇപ്പോൾ ശർക്കര പാനി അടയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 മിനിറ്റോളം ഇതുപോലെ മിക്സ് ചെയ്യണം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 കപ്പ് നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതിന്ന് നന്നായിട്ട് കുറുകണം. ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് 1ാം പാൽ, നാളികേരത്തിൻ്റെ കട്ടിയുള്ള പാലാണ്, ഇതൊഴിച്ച് മിക്സ് ചെയ്യുക. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കണ്ട. നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി എന്നിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്രൈ ചെയ്തെടുത്ത നാളികേര കൊത്തും, കാഷ്യൂസ്, റൈസിൻസ് എന്നിവയെല്ലാം കൂടി അടപ്രഥമനിലോട്ടിട്ട് മിക്സ് ചെയ്യാം. ഇൻ കേസ് അടപ്രഥമൻ അധികം കുറുകിപ്പോയാൽ തിളപ്പിച്ച പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തിളപ്പിച്ചാർച്ച പച്ചവെള്ളം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്.